ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നിങ്ങളെക്കുറിച്ച് മാത്രമായിട്ട് ആരെങ്കിലും എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിപ്പുണ്ടോ? ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. നമ്മളിൽ പലർക്കും ഉള്ളൊരു സംശയമാണ്, നമ്മളെക്കുറിച്ച് നമുക്കിഷ്ടമുള്ള ഒരാൾ ഈ ഒരു സമയം നമ്മളെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ? ഇനി ഇതെങ്ങനെയൊന്ന് അറിയാൻ പറ്റും? ഇതിനുള്ള ഒരു 8 ടിപ്സായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പുള്ള ഫ്രണ്ട്സിനും ഇനി റിലേഷൻഷിപ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരുടെ മുഖം മനസ്സിലേക്ക് ക്ലിയർ ആയിട്ട് ഇങ്ങനെ കയറി വരാൻ തുടങ്ങും. അതായത് നിങ്ങളെക്കുറിച്ചിട്ട് ഇപ്പോൾ ആരാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ഫേസ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരും. ഇങ്ങനെ ആരുടെയെങ്കിലും ഫേസ് എപ്പോഴും ഇങ്ങനെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അവർ നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അവർ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നതും സംസാരിക്കുന്നതുമായിട്ട് തോന്നും. അതായത് യു ഫീൽ ദം. നിങ്ങളുടെ അടുത്ത് അവരുണ്ടെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് തോന്നുവാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ എവിടെയെങ്കിലും ടീ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തതാ അവർ വന്നിരുന്ന് സംസാരിക്കുന്നതായിട്ടൊരു ഫീല് നിങ്ങൾക്ക് തോന്നുവാണ്. അല്ലെങ്കിൽ നിങ്ങൾ TV കാണുകയാണ്. ആ ഒരു ടൈമിൽ നിങ്ങളുടെ അടുത്തൊരു ചെയറിൽ അവർ വന്നിരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. ഇങ്ങനെയൊരു ഫീല് എപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരുടെ മുഖം മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നിങ്ങളെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആരെക്കുറിച്ചെങ്കിലും ഇങ്ങനെ നിങ്ങളെ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്ന ടൈമിലായിരിക്കും നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിനൊക്കെ ലൈക്ക് വരികയാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ലൈക്ക് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു സമയം ആ ഒരു വ്യക്തി നിങ്ങളെ തന്നെ ഓർക്കുന്നുണ്ടായിരുന്നു എന്നതാണ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വപ്നമാണ്. നിങ്ങൾ എന്നും സ്വപ്നത്തിൽ ഒരാളെ തന്നെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യാൻ തുടങ്ങും. അതായത് നിങ്ങൾക്ക് എന്താണ് താല്പര്യമുള്ളത് ആ താല്പര്യമുള്ള കാര്യങ്ങളിലൊക്കെ ആരെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങൾക്ക് നമ്മുടെ നേച്ചറിലുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിനോട് ഒരു ക്രേസ് ഉണ്ട്. ഇതറിഞ്ഞിട്ട് ഒരു വ്യക്തി ആ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരികയാണ്. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളെ എപ്പോഴും ഓർക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്ട്രേഞ്ച് ആയിട്ടുള്ള കോഇൻസിഡൻസ് ആണ്. അതായത് നിങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടെന്ന് വിചാരിക്കാത്ത സമയത്ത് ആ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങൾ സെയിം ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് സെയിം ആയിട്ടുണ്ടാവും. ഒരു ഉദാഹരണം പറയാം. നിങ്ങളിടുന്ന ഡ്രസ്സിൻ്റെ കളർ തന്നെയായിരിക്കും അവരും ഇടുക. അല്ലെങ്കിൽ നിങ്ങളിടുന്ന ഷൂ പോലത്തെ ഷൂ ആയിരിക്കും അവരിടുക. അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വാച്ച് തന്നെയായിരിക്കും അവർ യൂസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണുകയാണ്. അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള കമ്മലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കാണുമ്പോൾ സെയിം ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇനി എട്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അവർ ഇപ്പോൾ എവിടെയായിരിക്കും എന്ന ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളെ ഓർക്കുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് കൂടുതലായിട്ടും വരാനും തുടങ്ങും. അതായത് ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള തോന്നലുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് വരികയാണ്. ഇങ്ങനെയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ 8 ടിപ്സുകളിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.